1000 ദിവസത്തെ യുദ്ധങ്ങൾ നടത്തുമെന്നുള്ള വെൺവാക്കുകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ 1001 ദിവസങ്ങളായിട്ടൊരു യുദ്ധം യാതൊരു ശമനവുമില്ലാതെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്ത്. നമ്മൾക്ക് പക്ഷേ അതിൻ്റെ വാർത്തകൾ നേരിട്ട് കിട്ടുന്നുണ്ടാവില്ല. കാരണം ആരാലും പരിഗണിക്കപ്പെടാത്ത ഒരു രാജ്യത്താണ് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് പരിഗണിക്കാതിരിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ അത്രയും ആളുകൾ പട്ടിണി കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്തെ ഡെമോഗ്രഫി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു രാജ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ആ രാജ്യത്തിൻ്റെ പേര്, അതിനു മുമ്പ് അതിൻ്റെ സംസ്കാരം, നൈൽ നദിയുടെ സംസ്കാരത്തിൻ്റെ കളിത്തട്ടിലായ നൈൽ നദിയുടെ തീരത്തുള്ള രാജ്യങ്ങളിലൊന്ന്, അതാണ് സുഡാൻ. സുഡാൻ എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം, അടിച്ചു വിരിഞ്ഞ് രണ്ടായി കഴിഞ്ഞു. തെക്കൻ സുഡാനും സുഡാനും. വടക്കൻ സുഡാൻ അറിയപ്പെടുന്നത് സുഡാൻ എന്നുള്ള പേരിൽ തന്നെയാണ്. ആ സുഡാനിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. നമ്മുടെ കവി വി മധുസൂദനൻ നായർ പാടിയിട്ടുണ്ട്, ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വരവിലാപം. അവിടെ ഈ മണ്ണിൽ ഏതാണ്ട് 21 മില്യൺ കുട്ടികൾ രോദനത്തിലാണ്. എന്തിൻ്റെ രോദനം? കളിപ്പാട്ടം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ആഹാരം കിട്ടാൻ വേണ്ടി, പോഷക ആഹാരം കിട്ടാൻ വേണ്ടിയുള്ള വയറിൻ്റെ വിളി. ആ വിളിയുമായിട്ട് ആ നിലവിളികളാണ് യുദ്ധത്തിനപ്പുറം അവിടെ സുഡാനിൽ മുഴങ്ങിക്കേൾക്കുന്നത്. എങ്കിലും കാരുണ്യമില്ലാത്ത യുദ്ധം, അതിന് യാതൊരു ശമനവും ഇല്ലാത്ത വിധം അനുദിനം കൂടുതൽ ശക്തിയോടുകൂടി, കൂടുതൽ പ്രഹരശേഷിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ചോദിക്കൂ, ഇതെന്താണ്? വർഗീയ ലഹളയാണോ? വംശീയ ലഹളയാണോ? ഇതൊന്നുമല്ല. അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു രാജ്യത്താണ് ഈ കലഹവും യുദ്ധവും നടക്കുന്നത്. അവിടെ RSS ഇല്ല. പക്ഷേ വേറൊന്നുണ്ട്. RSS ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. RSF, RSSുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സംഘടന. അതായത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. ഇതും ഗവൺമെൻറ്റിൻ്റെ സേനയും കൂടി ചേർന്നുകൊണ്ടാണ് അവിടെ ഹത്യകൾ, വംശഹത്യകൾ, കൊലപാതകങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ RSF എന്ന് പറയുന്ന ഈ സംഘടന അവകാശവാദം ഉന്നയിച്ചു, അവിടെ ഇനി പട്ടാളം വേണ്ട, അതിന് പകരം ഞങ്ങൾ മതി, ഞങ്ങളെ നിയമിക്കണം അവിടെ എന്ന് അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ പണി നോക്കാൻ പറഞ്ഞു ഗവൺമെൻറ്. അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കോൺഫ്ലിക്റ്റിന് പിന്നിൽ അധികാരം മാത്രമല്ല, പിന്നെയോ അവിടുത്തെ സമ്പത്തുമുണ്ട്. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, സ്വർണത്തിൻ്റെ ഏറ്റവും വലിയ കലവറകളിലൊന്നാണ് ഈ സുഡാൻ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ അതുപോലെ തന്നെ എണ്ണയും ധാരാളമുള്ള ഒരു രാഷ്ട്രമാണ് ഇരുണ്ട ആഫ്രിക്കയിലെ ഈ സുഡാൻ. അതുപോലെ അത് സ്ഥിതി ചെയ്യുന്നത് ഉത്തര ആഫ്രിക്കയുടെയും അതുപോലെ സബ് സഹാറൻ രാജ്യങ്ങളുടെയും ഇടയിലായിട്ടാണ്. പിന്നെ അതുകൂടാതെ അതിൻ്റെ ഒരു സാമ്പത്തിക പ്രാധാന്യം എന്ന് പറയുന്നത് ചെങ്കടലിൻ്റെ തീരത്തുള്ള ഒന്നാണത്. അതായത് ഇൻ്റർനാഷണലായിട്ട് കാർഗോ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന കടലിൻ്റെ സമീപത്ത് ആയിട്ടുള്ള ഒരു രാജ്യം. അതുകൊണ്ട് തന്നെ തന്ത്രപരമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ആ ഒരു രാജ്യം എന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ സുഡാൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈജിപ്തിനെ പോലെ തന്നെ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലുകളിൽ ഒന്നായിട്ട് തന്നെ കരുതപ്പെട്ടിരുന്നു. ആ മണ്ണിലാണ് ശവകൂമ്പാരങ്ങൾ നൈൽ നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റുമുട്ടൽ രൂക്ഷമാവുന്നത്. ഇപ്പോൾ ഈ RSF എന്ന് പറയുന്ന സംഘടന ഗവൺമെൻറ്റിൻ്റെ സേനകളുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഞാനീ പറഞ്ഞ സമ്പത്തുകൾ, എണ്ണയും സ്വർണവും അതുപോലെ ധാതുക്കളും ഒക്കെ ധാരാളമായിട്ടുള്ള ഡാർഫർ എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ തന്നെ കോർഡോഫാൻ, അവിടെയാണ് ഈ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ നിലവിളിക്കുന്നത്, ശിശുരോദനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാകട്ടെ ആശുപത്രികളെല്ലാം തകർത്ത് കഴിഞ്ഞു. ഈ RSF എന്ന് പറയുന്ന ആ സംഘടന, റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്, ഒരു കാരുണ്യവുമില്ലാതെ, ഒരു ദയയുമില്ലാതെ തങ്ങളുടെ വിജയം മാത്രം ലക്ഷ്യമാക്കി, മനുഷ്യകാരുണ്യം, സമാധാനം ഇതൊന്നും ലക്ഷ്യമാക്കാതെ കൊലപാതക പരമ്പരകൾ അഴിച്ചു വിട്ടുകൊണ്ട് ഏറ്റവും വലിയ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്ന് ലോകവും നിരീക്ഷകരും വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക്, മനുഷ്യ പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിട്ടിരിക്കുകയാണ് RSF. ഒരുപക്ഷെ ഈ രാജ്യം പിടിച്ചടക്കിയാൽ ഇത് തന്നെ തുടരും എന്ന് പറഞ്ഞാൽ തങ്ങൾക്കെതിരെ നിന്ന ആൾക്കാരെ ഇങ്ങനെ കൊന്നു തുലച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ ഏറ്റവും വലിയ ഒരു ഇരയായിത്തീരുന്നത് ഏത് യുദ്ധങ്ങളിലും എന്ന പോലെ അവിടെ സ്ത്രീകളാണ്.
കാരണം എന്താണ്? അവിടെ യുദ്ധം നടക്കുമ്പോൾ അവിടെ ഒരു ജെൻഡറിങ് നടക്കും. ആ ജെൻഡറിങ്ങിൽ പുരുഷന്മാർ പ്രായേണ ബലവാന്മാരാണെന്നുള്ളത് കൊണ്ട് അവർ ആഹാരമൊക്കെ സമ്പാദിക്കും. അതുപോലെ തന്നെ ഇവിടെ ആഹാരം സമ്പാദിക്കാൻ വരുന്ന എവിടുന്നെങ്കിലും എന്തെങ്കിലും വേരോ കിഴങ്ങോ കിട്ടുന്നതോ വെച്ചിലോ എന്തെങ്കിലും എടുക്കാൻ ഈ നായ്ക്കളെ പോലെ, എനിക്ക് വളരെ വിഷമമുണ്ട് നായ്ക്കളെ പോലെ എന്ന് പറയുന്നത്, പക്ഷേ അതേ അവസ്ഥയിലാണ് അവിടെ ജീവിതം. ആ നായ്ക്കളെ പോലെ പരതി എത്തുന്ന ആൾക്കാർ, ഞങ്ങൾ ആഹാരത്തിന് വേണ്ടി നായ്ക്കൾ തമ്മിൽ കടിപിടി കൂടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഈ കടിപിടി എന്ന് പറയുന്ന പ്രായേണ ബലമില്ലാത്ത, ശക്തിയില്ലാത്ത, പട്ടിണി കടന്ന് എല്ലും തോലുമായ സ്ത്രീകൾ ഈ ആഹാരത്തിന് വേണ്ടി വരുമ്പോൾ പുരുഷന്മാർ അവിടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. എന്നു മാത്രമല്ല ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ട്, ക്രൂരമായ ബലാത്സംഗങ്ങൾ. എല്ലും തോലുമായ സ്ത്രീകളെ അവിടെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നോക്കൂ, അമേരിക്ക വെനിസുലയിൽ പോയി അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട്, അതിൽ പല ആരോപണങ്ങളും അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനോടകം തള്ളിക്കളഞ്ഞു. അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള മഡൂറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കിടക്കറയിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് എന്തോ വലിയൊരു നേട്ടം തങ്ങൾ നേടിയെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് തല ഉയർത്തി നടക്കുന്നുണ്ടല്ലോ. എന്താണ് ഈ സുഡാനിലെ ഇത്രയും അധികം കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ അദ്ദേഹം അനങ്ങാതിരിക്കുന്നത്? അത് ഞങ്ങളുടെ ബാധ്യതയല്ല എന്നുള്ളൊരു ഉത്തരമായിരിക്കും അദ്ദേഹം പറയുന്നത്. കാരണം തങ്ങളുടെ കണ്ണ് എന്ന് പറയുന്നത് എണ്ണയിലാണ്, സമ്പത്തിലാണ്, അപൂർവ ധാതുക്കളിലാണ്. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. സുഡാൻ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സുഡാൻ. അത്രയും ദൂരെ നിന്ന് എണ്ണ കൊണ്ടുവരേണ്ട കാര്യമൊന്നും അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. ഒരു രാജ്യവും ഒരു താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇതുപോലെയുള്ള റിലീഫ് നടത്തുന്ന സംഘടനകളാണ്. പക്ഷേ ഇപ്പോൾ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ്? അത്തരം 60 സംഘടനകളിൽ നിന്ന്, മനുഷ്യകാരുണ്യ പ്രവർത്തനം നടത്തുന്ന 60 സംഘടനകളിൽ നിന്ന് അമേരിക്ക മാറി. കാരണം ഇതിൻ്റെ പിന്നിലുള്ള പണമെന്ന് പറയുന്നത് അമേരിക്കൻ ഡോളറായിരുന്നു. ഇപ്പോൾ അത് കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് അഷ്ടിക്ക് വകയില്ലാത്തവരായിട്ട് ഈ സംഘടനകളും മാറിയപ്പോൾ ഈ സംഘടനകൾക്ക് എങ്ങനെ ഇവരെ സഹായിക്കാൻ പറ്റും? അതാണ് ശിശുരോധനങ്ങൾ, പിടഞ്ഞു മരണങ്ങൾ എല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടാവണമെന്ന് ഇസ്ലാമിക് റിലീഫ് എന്ന് പറയുന്ന സംഘടന ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഇസ്ലാമിക് റിലീഫ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമില്ലേ? ലോകത്തിലെ അമേരിക്കയേക്കാൾ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള രാജ്യമാണ് ബ്രൂണൈ. അതുപോലുള്ള ധാരാളം എണ്ണ കയറ്റുമതിയിലൂടെ കോടികൾ സമ്പാദിക്കുന്ന രാജ്യങ്ങളുണ്ട്. അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം തങ്ങളുടെ സഹോദരന്മാർ താമസിക്കുന്ന, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഈ രാജ്യത്തേക്ക് കൊടുക്കാൻ പറഞ്ഞുകൂടെ? എന്തുകൊണ്ടാണ് അവരിങ്ങനെ സുഖത്തിൽ കഴിയുകയും തങ്ങളുടെ സഹോദരന്മാരിങ്ങനെ പട്ടിണി കിടന്ന് മരിക്കുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതാണോ ഖുർആൻ പഠിപ്പിക്കുന്നത്? ഇതാണോ ശരിയായിട്ടുള്ള ഇസ്ലാം? അവിടെ വേണ്ടേ അവരുടെ ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടതല്ലേ? അതൊന്നും നടക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു വിധമായിട്ടുള്ള സംശയങ്ങളുമില്ല. ഇതൊക്കെയാണിപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും എണ്ണ സമ്പത്തുള്ള വെനിസുലയെ എണ്ണ അധികമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് വെനിസുല. അങ്ങനെയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഇവിടെ സ്വർണം, അതിൻ്റെ കൂട്ടത്തിൽ എണ്ണ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സഹാറ മരുഭൂമി അടുത്താണല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ മാത്രം കിട്ടുന്ന ഒന്നാണ് ഇവിടെ എണ്ണ എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും കണ്ണ് അവിടേക്ക് ചെന്നേനെ. നോക്കണേ എത്ര സ്വാർത്ഥമാണ് ഓരോ രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ട്രംപ് വന്നതിന് ശേഷം മനുഷ്യകാരുണ്യമെന്ന് പറയുന്ന നദി വറ്റി വരണ്ടു പോയിരിക്കുന്നു. നൈൽ നദിയിലും ഇപ്പോൾ ഒഴുകുന്നത് സുഡാനിലെ കുട്ടികളുടെ കണ്ണുനീരാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണുനീരില്ല, അവരുടെ കണ്ണുനീരും വറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സംസ്കാരമെന്ന് പറയുന്നത് വറ്റി വരണ്ടിരിക്കുന്ന ഒരു ഭൂമികയിലാണ്. സുഡാൻ മാത്രമല്ല, പല രാജ്യങ്ങളിലുമുണ്ട്. നൈജീരിയ, ഇവിടെ എല്ലാം ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് വറ്റി വരണ്ടിരിക്കുന്നു. നമ്മളെല്ലാം പറയും ഇത് വർഗീയമായിട്ട് പറയും. RSS ഉള്ളതുകൊണ്ടാണ് ലോകത്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള മട്ടിലൊക്കെ നമ്മൾ പറയും. നമ്മൾ ആ ചെറിയ സങ്കുചിതമായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ RSF അതിനെ, സുഡാനെ ഒരു കില്ലിംഗ് ഫീൽഡായിട്ട് മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ഏതായാലും ശരി, മനുഷ്യനാണ്. അവൻ്റെ ജീൻ ഒന്ന് തന്നെയാണ്, അവൻ്റെ DNA ഒന്ന് തന്നെയാണ്. അവിടെ മതമില്ല. മതം നമ്മൾ ഉണ്ടാക്കിയതാണ്, ദൈവം ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധ ഈ മനുഷ്യഹത്യയിലേക്ക്, ജിനോസൈഡിലേക്ക്, വംശഹത്യയിലേക്ക് ചെല്ലേണ്ടതാണ്. തീർച്ചയായിട്ടും അതിൽ ഗൾഫ് കോപ്പറേഷൻ കൺട്രീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രീസിൻ്റെ സംഘടനയുണ്ട്. ഇവരാരും ഒരു വാക്കുകൊണ്ട് പോലും പ്രതിഷേധിച്ച് ഞാനിതുവരെ കേട്ടിട്ടില്ല. ഈ സുഡാൻ്റെ
ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്ന ഐക്യരാഷ്ട്ര സംഘടന പോലും സമ്മതിച്ചിട്ടുള്ള ആ ക്രൈസിസ് നടക്കുന്ന രംഗത്തേക്ക് അമേരിക്കയ്ക്ക് ശ്രദ്ധയില്ല, റഷ്യയ്ക്ക് ശ്രദ്ധയില്ല, ചൈനയ്ക്കില്ല. ഈ പറയുന്ന എണ്ണ കയറ്റുന്ന രാജ്യങ്ങൾക്ക് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിന്, ഓർഗനൈസേഷൻ ഓഫ് ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഒപെക്, അതിന് ശ്രദ്ധയില്ല. ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഘടനയാണത്. അത് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്ന സംഘടന. ഇവയ്ക്കൊന്നും അവർക്ക് പണം ധാരാളം കയ്യിലുണ്ടോ ഒപെക് എന്ന് പറയുന്ന സംഘടനയ്ക്ക്. പക്ഷേ അവരൊക്കെ പാകിസ്ഥാൻ ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയുധമല്ല ഇവിടെ വേണ്ടത്, സമാധാനമാണ്, അതുപോലെ തന്നെ ആഹാരമാണ്. വിശക്കുന്ന വയറുകൾക്കാണ് നമ്മൾ ആദ്യം ഉത്തരം കണ്ടെത്തുന്നത്, പിന്നെയാകാം ആഹാരവും അഹങ്കാരവും ഒക്കെ. അങ്ങനെയല്ലേ വേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ്. സുഡാൻ്റെ ഇന്ന് 1001 ദിവസം തികയ്ക്കുന്ന യുദ്ധത്തിലെ കുറിച്ചുള്ള ഒരു വീഡിയോ തന്നെ ആദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.